نحمده ونسلم على محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നും സ്വന്തത്തെ മറക്കാതെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഇന്ന് ഒരു അപരിചിതമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളതും മറ്റു സമുദായങ്ങളെയോ ജനങ്ങളെയോ പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിന്റെ ഒന്നാമത്തെ പ്രതി എന്നുള്ളത് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾ തന്നെയാണ്. ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി, ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും മാറ്റി നിർത്തുവാൻ തയ്യാറുള്ള ഒരു സമൂഹം കടന്നു വരുന്ന സന്ദർഭത്തിലാണ് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളും സൗകര്യങ്ങളും താല്പര്യങ്ങളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുകയും പരലോകം നമ്മുടെ കൺമുമ്പിൽ നിസാരമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വഅൻതും തറൗനഹു ബഈദ വനറാഹു ഖരീബ, സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അതൊക്കെ വിദൂരമായ ഭാവിയിൽ സംഭവിക്കുന്ന എന്തോ ഒരു നിസ്സാര കാര്യമായി മാത്രം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരികയും
നൈമിഷികമായ താൽക്കാലികമായ ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ് എല്ലാം എന്ന് മതിമറന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മളിൽ ഉടലെടുക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാ തരത്തിലുള്ള ഫിത്നകളും നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാകുന്നത്. ക്യാമ്പസിന്റെ പ്രശ്നം എന്താണ്? ഒരു കുട്ടി മാത്രം തട്ടമിട്ട് വരുന്നു എന്നുള്ളതാണ്. 140ഓളം വിദ്യാർത്ഥികൾ, മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. എന്നിട്ടും എന്തേ ഈ പെണ്ണിന് മാത്രം ഒരു തീവ്രത എന്നുള്ളതാണ് പ്രിൻസിപ്പാളുടെ ചോദ്യം. അവിടെ തിരിച്ചറിയേണ്ടത്, തിരുത്തേണ്ടത് ആരാണ്? 140ഓളം വിദ്യാർത്ഥികളെ അവിടെ പറഞ്ഞയച്ചിട്ടുള്ള രക്ഷിതാക്കൾക്കാണ് അവിടെ തെറ്റുപറ്റിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിന് വേണ്ടി, ഭാഷയുടെ ഫ്ലുവൻസിക്ക് വേണ്ടി അങ്ങനെ പലരും പലതും പറഞ്ഞ് മോഹിപ്പിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്ക് വേണ്ടി നമ്മുടെ മക്കളെ ഓരോ സ്ഥാപനത്തിലേക്കും പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ഇനി അതല്ല, നമുക്കൊരു ജോലി വേണം, നമുക്കെന്തെങ്കിലും ഒരു താല്പര്യം, ഒരു കാര്യം നേടിയെടുക്കുവാനുണ്ട് എങ്കിൽ ഏത് നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകുവാൻ ഒരു മടിയും ഒരു മാനസികമായ സങ്കോചവും ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഗൗരവകരമായ ചില ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 86, 86 ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദീനിൽ അവർ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, ഈ ദീനിൽ നിന്ന് അവർ ആവശ്യമുള്ളത്, അവർക്ക് തൃപ്തിയുള്ളത്, സൗകര്യമുള്ളത് അവർ സ്വീകരിക്കുകയും അവർക്ക് തോന്നിയത് അവർക്ക് സ്വീകരിക്കാൻ, എനിക്ക് പ്രത്യേകിച്ച് എന്റെ താല്പര്യങ്ങൾക്ക്, എന്റെ ഇഷ്ടങ്ങൾക്ക്, എന്റെ സൗകര്യത്തിന് ഒരു കോട്ടവുമില്ലാത്ത ദീനിൻ്റെതായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഞാൻ എടുത്തോളാം, അത് പ്രശ്നമൊന്നുമില്ല. അതേ സ്ഥാനത്ത് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ കിതാബിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എങ്കിൽ അതിൽ പലതിനെയും അവർ അവഗണിക്കും, അതിനെ അവർ നിഷേധിക്കും. فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب. അങ്ങനെ ഈ ദീനിൽ നിന്ന് അവനവന് സൗകര്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുകയും താല്പര്യമില്ലാത്തതിനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. വമൻ യഫ്അൽ ദാലിക, അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ഇല്ലാ ഖിസിയുൻ ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ തന്നെ അവൻ അനുഭവിക്കും. അവന് നിന്ദ്യത ഏറ്റുവാങ്ങേണ്ടി വരും. അവന് ഒരു പ്രതാപവും ഇജ്ജത്തും അവനുണ്ടാവുകയില്ല. അവൻ നിന്ദ്യനായിത്തീരും. വയൗമൽ ഖിയാമത്തി, പിന്നെ അവൻ എന്റെ അടുക്കലേക്കാണ് അന്ത്യദിനത്തിൽ കടന്നു വരുന്നത്. യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ശക്തമായ കഠിനമായ ശിക്ഷയാണ് അവന് കാത്തിരിക്കുന്നത്. അങ്ങനെ ദീനിൽ അല്ലാഹുവും അവന്റെ റസൂലും ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരി, അല്ലാഹുവും അവന്റെ റസൂലും ദീനിൽ ഒരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പരിപൂർണമായിട്ടും സ്വീകരിക്കുക എന്നുള്ളതാണ്. അവനവന്റെ സൗകര്യമോ സ്വാതന്ത്ര്യമോ അതിലെടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരു മുഅ്മിനത്തിനോ ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിക്കോ അത് ചേർന്നതല്ല. അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ, അതല്ലെങ്കിൽ എന്റെ താല്പര്യങ്ങൾക്ക്, സൗകര്യങ്ങൾക്ക്, നാടിന് യോജിച്ചതാണോ എന്നുള്ളതല്ല. അത് അള്ളാഹുവും അവന്റെ റസൂലും അത് വിധിച്ചതാണ് എങ്കിൽ യാതൊരു നിരക്കുമുള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങളുമില്ലാതെ അത് പരിപൂർണമായിട്ടും സ്വീകരിക്കുന്ന ആളുകളാണ് വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് അള്ളാഹു പറയാണ്. ഇങ്ങനെ തോന്നിയതുപോലെ ഈ ദീനിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് നാളെ അന്ത്യദിനത്തിൽ ശക്തമായ ശിക്ഷയുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അശ്രദ്ധരല്ല.
ഓരോരുത്തരും അവനവന്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതവും അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ അവന്റെ നിയമങ്ങളൊക്കെ ആളുകളുടെ കാണിക്കുന്നതിന് വേണ്ടി അത്തരം ആളുകളുടെ കൂടെ കൂടുന്ന സമയത്ത് അവരതിനനുസരിച്ച് നിൽക്കും. അവര് പിശാചുക്കളുടെ കൂടെ അഥവാ അവരുടെ പിശാചുക്കളുടെ കൂടെ കൂടുന്ന സമയത്ത് അതിനനുസരിച്ച് നിൽക്കും. നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങളപ്പുറമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഓരോ സാഹചര്യത്തിനനുസരിച്ച് കോലം കിട്ടുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ച് ഈ ഭൗതിക ജീവിതത്തെ അവർ വില കൊടുത്തു വാങ്ങിയവരാണ്. ഭൗതിക ജീവിതത്തിന്റെ നിലവാരങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി, അതിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ലക്ഷങ്ങളും കോടികളും എത്രയും ഡൊണേഷനും ഏതെല്ലാം എവിടെ ചെന്നെങ്കിലും ലോകത്തിന്റെ എവിടെയാണ് അഡ്മിഷൻ കിട്ടിയത് എങ്കിൽ അവിടെയൊക്കെ ചെന്നിട്ട് എന്ത് നേടിയെടുക്കാനുണ്ടോ അവിടെയൊക്കെ ചെന്നിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ദുനിയാവിന് വില കൊടുത്തു വാങ്ങാൻ അവർ തയ്യാറാകുകയാണ്. എന്നിട്ടോ എന്തിന് പകരം വെക്കുന്നത് അവർ? എന്തിനെയാണ് അവർ പകരം വെച്ചിട്ടാണ് ദുനിയാവിനെ അവർ നേടിയെടുക്കുന്നത്? ബിൽ ആഖിറ, ആഖിറത്തിന് പകരമായിട്ട് ദുനിയാവിനെ നേടിയെടുക്കുക. ഫലാ യുഖഫഫു അൻഹുൽ അദാബ്, ഒരു ലഘൂകരണവും ഒരു കുറവും ഒരു ശിക്ഷയിൽ ഒരു ഇളവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടാവുകയില്ല. ഒരു നിലക്കും നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നരകത്തിന്റെ കഠിനമായ ശിക്ഷകൾ അനുഭവിക്കുന്ന സമയത്ത് അവരെ സഹായിക്കുവാൻ ആരും തന്നെ എത്തിച്ചേരുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിലെ 86-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആഖിറത്തിനെ അവഗണിക്കുക. ഇപ്പൊ കുട്ടിക്ക് നമ്മളൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ജുമാക്ക് പോകാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. നിസ്കാരം എന്നുള്ളത് അത് പിന്നെ ഇല്ല, ളുഹറില്ല, അസറില്ല, മഗ്രിബ് ചിലപ്പോൾ ഉണ്ടാവില്ല, സുബൈക്ക് നേരം പോയത്. അതുകൊണ്ട് അങ്ങനെ നമസ്കാരം എന്നുള്ളത് ജീവിതത്തിന്റെ ശീലമേ ഇല്ല. നോ പ്രോബ്ലം, നല്ല എഡ്യൂക്കേഷൻ കിട്ടിയാൽ മതി. ജുമാഅത്ത് നോ പ്രോബ്ലം, അത് പ്രശ്നമില്ല, അത് പോകാനുള്ള സൗകര്യമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ. അതേപോലെ എന്താണ് വേണ്ട? മിനിസ്കട്ട് വേണം അല്ലേ? ആ മുട്ടിന്റെ മുകളിലെ പാവാട എടുത്തിട്ട് വരണം, അത് എന്താ പ്രശ്നം? അത് യൂണിഫോമിന്റെ ഭാഗമല്ലേ, അതായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എന്നിട്ട് അതിട്ടിരിക്കാൻ നോ പ്രോബ്ലം. വസ്ത്രം വേണ്ട, അത് വേണ്ട, തട്ടം പറ്റൂല, അത് വേണ്ട. എങ്ങനെ ഇതൊക്കെ ദീനിന്റെ കാര്യത്തിൽ എല്ലാം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിട്ട് ഭൗതികതയെ വില കൊടുത്തു വാങ്ങുകയാണ്. എന്നിട്ട് വലിയ ഫീസ് കൊടുത്തിട്ട് വലിയ അഭിമാനം പറയാണ്, ഇതുപോലെ അവിടെ പഠിക്കുന്നു. ആഖിറത്തിനെ മുഴുവനായിട്ട് അങ്ങോട്ട് അവഗണിച്ചു. ആഖിറത്തിനെ പരിപൂർണമായിട്ടും അവഗണിച്ച് ദുനിയാവിന് വില കൊടുത്തു വാങ്ങുന്നവർ, ദുനിയാവിലും നിന്ദ്യത. ഇങ്ങനെയൊക്കെ പഠിച്ചു വലുതാകുന്ന മക്കൾ ആര് നോക്കുന്ന വിചാരിക്കുന്നത്? ഈ പണം മുടക്കി പഠിപ്പിച്ച മക്കള് രക്ഷിതാക്കളെ നോക്കുന്നവർ വിചാരിക്കുന്നത്? ദുനിയാവിലും അവരെ കൊണ്ട് നിന്ദ്യത നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചുള്ള കടപ്പാടുകളോ റബ്ബിനോട് നന്ദി കാണിക്കാത്ത കൗമ് പിന്നെ ആരോടാണ് നന്ദി കാണിക്കുന്നത്? അല്ലാഹുവിനെ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേ. അള്ളാഹ് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവാനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാനും. ഈ നമസ്കാരമില്ലാതെ ഇബാദത്ത് പടച്ചവന്റെ മുമ്പിൽ എങ്ങനെയാണ് തന്റെ നെറ്റി സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് മാതാപിതാക്കളോട് നന്മയുള്ളവരായിത്തീരുന്നത്, ഗുണമുള്ളവരായിത്തീരുന്നത്? അതുകൊണ്ട് ദുനിയാവിലും നിന്ദ്യത, ആഖിറത്തിലും നിന്ദ്യത അവരനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്, വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റേ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറതി വയസുദ്ദൂന അൻ സബീലില്ലാഹ് വയബ്ഊനഹാ ഇവജൻ ഉലൈക ഫീ ളലാലിൻ ബഈദ്. അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുക. അലൽ ആഖിറതി, ആഖിറത്തിനെ കാണും. റബ്ബിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും.
അതിന് ഞാൻ സമാധാനം പറയേണ്ടി വരും. എന്റെ മക്കൾ എനിക്ക് എന്റെ ഉത്തരവാദിത്തമാണ്. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. തനിക്ക് അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഒരു അമാനത്താണ്. അത് നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ള യാതൊരു ബോധവുമില്ലാതെ ഈ ദുനിയാവിന് വേണ്ടി ആഖിറത്തിനെ അവഗണിച്ചിട്ടുള്ള ആളുകൾ, ദുനിയാവിനെക്കാളും ആഖിറത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തടസ്സമായി നിൽക്കുകയും വക്രമായ മാർഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഉലൈക ഫീ ളലാലിൻ ബഈദ്, അവർ വ്യക്തമായിട്ടുള്ള വഴികളിലാണ്. അപ്പൊ ഇവിടെ ആ രക്ഷിതാക്കള്, ആ ഒരു രക്ഷിതാവ് തന്റെ മകളെ മാന്യമായ രൂപത്തിൽ പറഞ്ഞയക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ വിവാദമാകാനുള്ള കാരണം. 139 രക്ഷിതാക്കളാണ് അവന് കാരണം. 139 രക്ഷിതാക്കളാണ്. ഇതേപോലെ നമ്മുടെ വീടുകളിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെടുന്ന മക്കളുണ്ടാകും. അപ്പൊ ഞാനും എന്റെ ചേട്ടനും ഇവിടെ കരുണാറാം LP സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്, ഒയിൽത്തായത്ത് അഥവാ നന്മണ്ട 13-ന്റെ അടുത്ത്. അവിടെ എല്ലാവരും അമുസ്ലിം കുട്ടികളാണ് കൂടുതലുള്ളത്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ സൗകര്യമില്ല. അപ്പൊ വാപ്പ പറഞ്ഞു ഇവിടെ ചേർക്കണം എന്നുണ്ട് എങ്കിൽ വെള്ളിയാഴ്ച അവർക്ക് പള്ളി പോകാനുള്ള സൗകര്യം കൊടുക്കണം. 12:30 ആകുമ്പോൾ അവര് വിടണം. ആദ്യം ഒരു മുറിവ് 14 TC എന്നുള്ള വേറെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്നാ വിടാം. അപ്പൊ അവിടെ കുറെ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച പള്ളി പോകാതെ നടന്ന് പഠിക്കുന്നവർ. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി, എല്ലാവരും വെള്ളിയാഴ്ച പോകും. പിന്നെ സ്വാഭാവികമായിട്ടും ആ സ്കൂള് സാധാരണ നമ്മുടെ സ്കൂളിന്റെ പോലെ ആയിട്ട് 9:00 തുടങ്ങിയിട്ട് 12:00 വിടുന്ന സിസ്റ്റത്തിലേക്ക് അവർ വന്നു. ഒരു രക്ഷിതാവിന്റെ ഇടപെടൽ കൊണ്ടുകൊണ്ടു. അപ്പൊ അവിടെ അറബി പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട്. സാധാരണ സ്കൂൾ പോലെയായിട്ട് നമ്മളുടെ ഇടപെടലുകൾ വേണം. കഴിഞ്ഞ ദിവസം MBA വേണ്ടിയിട്ട് MBA പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂർ ഒരു സ്ഥാപനത്തില് തന്റെ മകനെ കൊണ്ടുവന്നാക്കിയിട്ട്, പട്ടോളിയിലെ വാപ്പയാണ് അദ്ദേഹം, ഒരു മിന്നൽ പ്രദർശനം, ഒന്ന് മിന്നൽ സന്ദർശനം നടത്തി. ക്യാമ്പസിലും അതേപോലെ തന്നെ ഹോസ്റ്റലിലും ഒക്കെ. വീട്ടിലും അറിഞ്ഞിട്ടില്ല, അവിടെ വരുന്ന കാര്യവും വാപ്പ വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ഒന്നതിനോട് 1-2 ദിവസമൊക്കെ അവിടെ താമസിച്ച് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയപ്പോ, മോനെ നമുക്ക് MBA-ക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ കൂലിപ്പണിക്ക് പോലാണ് എന്ന് പറഞ്ഞിട്ട് നേരെ അവിടുന്ന് ചേർന്നൊരു 3 മാസം എന്റെ ഡൊണേഷന്റെ പൈസ കുറച്ച് ഫീസും അല്ലേ, അത് തൽക്കാലം പോയിക്കോട്ടെ, പ്രശ്നമില്ല, നമുക്ക് നാട്ടിലേക്ക് പോകാം. നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ഇവിടെ പല കുട്ടികളും പലജാതി തോന്നിവാസങ്ങൾ കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് എന്റെ കുട്ടി അങ്ങനൊന്നും ഉണ്ടാവില്ല, എന്റെ കുട്ടി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ നമ്മളുടെ മക്കളെ കുറിച്ച് ഒരു 50% അങ്ങനെ വിശ്വസിച്ചോ പ്രശ്നമില്ല. പക്ഷേ ഒരു 50% സാധ്യത അതിനുണ്ടല്ലോ. കാരണം പിശാചുക്കളാണല്ലോ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരം നിലനിർത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ, ദീനിയായിട്ട് ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിൽ വളർന്നാൽ മതി എന്നുള്ളത് നമ്മൾ പരലോകത്തിന് പ്രാധാന്യം നൽകുന്ന ബൽ തുഅസിറൂനൽ ഹയാത്തുദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ആ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഭൗതിക ജീവിതത്തിനാണ്. എന്നാൽ ആഖിറത്താണെന്ത് ഖൈറുൻ വഅബ്ഖാ, എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതമായിട്ടുള്ളത്. ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, നിങ്ങൾ ആ ആഖിറത്തിനെ അവഗണിക്കുന്നു, ഭൗതികതയെ നിങ്ങൾ താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. എത്രയെത്ര ആയത്തുകളിലൂടെയാണ് ആ കാര്യങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ രക്ഷിതാക്കൾക്കും പെൺകുട്ടികളെ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു നടത്തമാണ് പലപ്പോഴും. അറിയാമെങ്കിലും അതിനെയൊക്കെ മറച്ചു വെക്കുന്ന രൂപത്തിലുള്ള സംസ്കാരങ്ങൾ നമ്മുടെ ഈ എറേച്ചിയിൽ അടക്കം നേരം വൈകുന്നേരമാകുന്ന സമയത്ത് ഈ അങ്ങാടിയിലേക്ക്, ആ ജംഗ്ഷനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എങ്കിൽ മനസ്സുകളെ വേദനിപ്പിക്കുന്ന, കണ്ണുകളെ ഈറനടിപ്പിക്കുന്ന, ഈമാനുള്ളവർക്ക് നടക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ അരങ്ങേറുന്ന സമയത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം വരുമ്പോ ദയ്യൂസുകളായി കൂട്ടിക്കൊടുപ്പുകാരായിട്ട് നമ്മൾ മാറുന്നില്ലേ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് ആരോ മക്കൾ എന്തോ കളിച്ചിട്ട് അവരെങ്ങനെ പോകുന്നു. ഒന്ന് നിയന്ത്രിക്കാൻ നമ്മളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ കുറെയൊക്കെ സാധിക്കും. അതിനു വേണ്ടുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനം വരുന്ന സമയത്ത് ഈമാനുള്ള ആളുകൾ റോഡുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത്
നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ആ മതിലിന്റെ അപ്പുറത്തേക്കൊന്ന് മാറിക്കിടന്നുകൂടെ എന്ന് ചോദിക്കുന്ന ആളുണ്ട് എങ്കിൽ അവനിൽ ഒരു തരുമ്പ് ഈമാനുണ്ട് എന്ന്. ബാക്കിയുള്ളവർക്ക് അത് കണ്ടിട്ട് എങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് പോകും, അതിനോടൊന്നും മൈൻഡ് ചെയ്യില്ല. ആ സാഹചര്യമല്ലേ നമ്മുടെ നാടുകളിൽ നിന്നുള്ളത്. അതാരോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അവഗണിക്കുന്ന ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ അവൻ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനെ കൈകൊണ്ട് തടുക്കുവാൻ അതിനുള്ള അധികാരമുണ്ട് എങ്കിൽ കൈകൊണ്ട് അവൻ തടുക്കണം. അല്ലെങ്കിൽ അവന് നാവ് കൊണ്ട് അവന്റെ നാവ് കൊണ്ട് പറയുവാനുള്ള അധികാരമാണ് അവനുള്ളത് എങ്കിൽ അതിനെക്കുറിച്ച് അവൻ നാവുകൾ കൊണ്ട് സംസാരിക്കണം. അതിനും സാധിക്കുകയില്ല എങ്കിൽ അവന് ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കുകയും മാറി നിൽക്കുകയും വേണം. ഈമാനിന്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള കാര്യമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾക്കൊക്കെ എന്താണ് നമ്മൾ ധരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് രക്ഷിതാക്കൾക്കും മറന്നുപോയിരിക്കുകയാണ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ നല്ല ഷാറായിട്ടേക്ക് പോകുന്നുണ്ടാവും. ഇതിന്റെ ഉള്ളിലിട്ടത് എന്താണ്, കഴിച്ചൊഴിവാക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് വളരെ പ്രശസ്തമായിട്ട് ഇന്ന് തോന്നുകയാണ്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ ആളുകളാകുന്നു. ഖൗമൻ, അതിൽ ഒന്നാമത്തത് ലം അറഹുമ, ഈ രണ്ട് വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കുകയാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന രണ്ട് ജനവിഭാഗത്തെ കുറിച്ച് പറയാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, നിങ്ങൾ കാണേണ്ട ഗതികേട് വരും. അതിൽ ഒന്നാമത്തെ ആളാരാണ്? ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ. രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഖൗമുൻ, ഒരു ജനവിഭാഗമാണ്. ഖൗമുൻ മഅഹും സിയാത്തുൻ, അവരുടെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ടാകും. സിയാത്തുൻ, ഒരു വടിയുണ്ടാകും. ഏതുപോലെയാണ് ആ വടി? കഅദ്നാബിൽ ബഖർ, അത് പശുവിന്റെ വാല് പോലെ ഉണ്ടാകും. പശുവിന്റെ വാലിന്റെ കുറ്റി വിടുന്ന പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റി വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ പശുവിന്റെ വാല് പോലെയുള്ള ഒരു വടി അവരുടെ കയ്യിലുണ്ടാകും. ജനങ്ങളെ ആരെ അടിക്കണം, എന്തിനടിക്കണം എന്നൊന്നും അവർക്കൊരു അഡ്രസ് ഉണ്ടാവില്ല. വടി കയ്യിലുണ്ട്, അങ്ങോട്ട് അടിക്കും. അതാണ് ഒന്നാമത്തെ വിഭാഗം. അവര് നരകത്തിന്റെ സിൻഫാനി മിൻ അഹ്ലിന്നാർ. ഒരു അധികാരം കിട്ടുന്ന സമയത്ത് ആ അധികാരത്തെ ദുർവിനിയോഗം നടത്തുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ചാണ് ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് വനിസാഉൻ, സ്ത്രീകളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ, അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നകളാണ്. വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ട്. ഒരു ലെഗിൻസ് കോട്ട് ഇട്ടിട്ട് സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തൊടയാണോ അതല്ല പെയിന്റ് അടിച്ചതാണോ, അവളെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാകാത്ത രൂപത്തിൽ എന്നിട്ട് വണ്ടിമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറക്കുകയാണ്. ആ രൂപത്തിൽ ഇത് വസ്ത്രം ധരിച്ച നഗ്നകളാണ്. കാസിയാത്തും വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവരുടെ ഔറത്തുകളൊക്കെ ആരിയാത്തും, അവർ നഗ്നകളുമാണ്. എന്തിനാ വസ്ത്രം ധരിച്ചെന്ന് വെച്ചാൽ അവരുടെ വൃത്തികെട്ട ശരീരത്തെ, അഥവാ അവരുടെ യാതൊരു ഭംഗിയില്ലാത്ത ശരീരത്തിന്റെ ഒരു അവയവം പുറത്തു കാണിക്കാൻ യോഗ്യതയില്ലാത്തവരെന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളാണ്. എന്നുവെച്ചാൽ നേരെ നിൽക്ക് ആണുങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന പോലെ പെണ്ണുങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനാവില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ആഭരണങ്ങൾ ജീവിക്കുന്നവരെ ആണോ എന്നിലേക്ക് നിങ്ങൾ ചേർത്ത് പറയുന്ന അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞ ശരീരത്തിന്റെ ഒരു അവയവം അത് നേരെ നിൽക്ക് അവർക്ക് കാണിക്കും. ഒരു വിരല് പുറത്ത് കാണിക്കണ്ട, ഒരു മോതിരിട്ട് കൊടുക്കണം. മുഖം കാണിക്കണേ കുറെ പൊട്ടിയിടണം, തിരികം തേക്കണം, ലിപ്സ്റ്റിക് തേക്കണം. അതുപോലെ തന്നെ കഴുത്തൊന്ന് കാണിക്കണമെങ്കിൽ കുറെ മാലകൾ ചാർത്തണം. കൈയൊന്ന് പുറത്ത് കാണിക്കണേ വളയിടണം. കാലൊന്ന് കാണിക്കണമെങ്കിൽ കാലിന്റെ മുകളിൽ പാദസരങ്ങൾ തിരിക്കണം. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള അവയവം പുറത്ത് കാണിക്കാൻ യോഗ്യതയില്ലാത്ത അവയവങ്ങളുമായിട്ട് എന്നിട്ട് ഒരു മുടി കാണിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ എത്ര നേരം മേക്കപ്പ് നടത്തണം, എത്ര അതിനെ വാരി ചേർന്ന് അങ്ങനെ ഒരു അവയവം, എന്നിട്ട് ഇതിനെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എന്നിട്ടെല്ലാം കൂടി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കോലെന്താണ്? എന്തെങ്കിലും നല്ലത് ചെയ്യുന്ന ക്ഷയിച്ചാലും ആമാലഹും, പിശാചാണ് ഇവർക്ക് ഇതൊക്കെ വലിയ ഭംഗിയുള്ളതായിട്ട് ഒരു മാന്യതയുള്ള മനുഷ്യന്മാർക്ക് തോന്നില്ല. ഇതെല്ലാം കൂടി വാരി വെച്ചിട്ട് ഇങ്ങനെ ബൊമ്മക്കുട്ടി പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭംഗിയുള്ളതാണെന്ന് തോന്നിക്കുന്നത് ആര് മാത്രമാണ്? പിശാച് മാത്രമാണ്.
ഓരോരോ കല്യാണത്തിനും ഓരോരോ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊണ്ട് ഇറങ്ങുന്ന കണ്ടാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഡൈവേഴ്സ് എടുക്കുന്നത്. കാണാൻ പോകുന്ന അന്ന് 25,000 50,000 ഒക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യും, വീട്ടിൽ കെട്ടിയിട്ട് വീട്ടില് കിടപ്പറയെ കൊണ്ട് ഞാൻ കണ്ടതല്ലല്ലോ ഇത് എന്ന് പറയും. അതോടുകൂടി അവൻ ചടച്ച് പിന്നെ എന്തുണ്ടാത്, അതോടുകൂടി ഡൈവേഴ്സിന് ആലോചിക്കാണ്. 4ാമത്തെ ദിവസം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതൊത്തു പോകില്ലട്ടോ, ഞാൻ കണ്ട കുഴപ്പമൊന്നും ഇതിനില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് മേക്കപ്പിനുള്ള പൈസ ആര് കൊടുക്കും? ഇവൻ കൊടുക്കണോ ഇവിടെ കൊടുക്കണോ, ആര് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഡൈവേഴ്സ് ആകുന്ന സമയത്ത് തർക്കം. അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ഈ സൗന്ദര്യം അത് പരിപൂർണമായിട്ടും വസ്ത്രങ്ങൾ കൊണ്ട് മറയ്ക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സ്ത്രീ എന്നുള്ളത് അത് അഭിമാനമുള്ളവരായി തീരുന്നത്. ഏറ്റവും അഭിമാനവും സുരക്ഷിതവും അവർക്ക് ഏറ്റവും മാന്യതയും കൈവരുന്നത് അവരുടെ ശരീരം പരിപൂർണമായി ധരിക്കുന്ന സമയത്താണ് അവർക്ക് ഏറ്റവും പ്രതാപത്തോടുകൂടി ഇറങ്ങി നടക്കാൻ സാധിക്കുന്നത്. ഈ വസ്ത്രം മര്യാദയ്ക്ക് ധരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശരീരം തന്നെയാണ്. ഇപ്പോ വിദേശ നാടുകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് കടപ്പുറത്ത് വന്നിങ്ങനെ മലന്നു കിടക്കുന്നത് അവരുടെ സ്കിൻ ഡിസീസുകൾ കൊണ്ടാണ്. അവര് മാന്യമായ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാതെ തണുപ്പത്ത് നടന്നിട്ടും വെയിലത്ത് നടന്നിട്ടും അവരുടെ ശരീരമാകെ സ്കിൻ ഡിസീസുകൾ സംഭവിച്ചു. എന്നിട്ട് അതില്ലാതെക്കാരാണ് ഈ നാട്ടിൽ വന്നിട്ട് അവർ വെയിലോട്ട് ജീവിക്കേണ്ടി വരുന്നത്. അപ്പോ അവരുടെ ശരീരത്തിന് യോജിച്ചതല്ല വസ്ത്രമില്ലാത്ത ഈ ആണുങ്ങളുടേത് പോലെയുള്ള കടുത്ത ഒരു തൊലിയല്ല, ചർമ്മമല്ല. ഈ രൂപത്തിൽ അപ്പൊ ഈ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ അവരുടെ ഔറത്തുകളൊന്നും ആ വസ്ത്രങ്ങൾ കൊണ്ട് മറഞ്ഞിട്ടില്ല, അവർ നഗ്നകളാണ്. മായിലാത്തുൻ മുമീലാത്തുൻ, നടക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് കൊഞ്ചിക്കൊഴഞ്ഞ് ആടിയൊഴിഞ്ഞ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ കാസ്മിനത്തിൽ മുകളിൽ മായില, ഒട്ടകത്തിന്റെ പൂജ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തല കണ്ടിട്ടുണ്ട് എങ്കിൽ ഒട്ടകത്തിന്റെ പൂജ മാതിരി ഉണ്ടാകും. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഈ ജാതി സാധനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ ശരീരത്തിന്റെ നിന്നോന്നതികളൊക്കെ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വെച്ചു കൊടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല. വലാ യജിദന്ന റീഹഹ, സ്വർഗത്തിന്റെ 7 അകലത്ത് പോലും അതിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. അതിവിദൂരമായ വിദൂരത്തെ കടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ ആ ലാഞ്ചന പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ ഈ ഹദീസ് ആയത്ത് കൂടി പറഞ്ഞു, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖൈതുന്ന ഫലാ യഖ്ലഉന ബിൽ ഖൗൽ فيطمع الذي في قلبه مرض وكل قول معروفا. يا نساء النبي, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട്, വിശ്വാസികളായ അല്ലാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ സാധാരണ സ്ത്രീകളെ പോലെ എല്ലാവരും അങ്ങനെയല്ല നടക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ നടക്കുക? എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ ചുരിദാർ ഇടുന്നു, ഞാൻ മാത്രം നിഖാബ്, ഞാൻ മാത്രം, ക്യാമ്പസിന് വേറെ ആരുമില്ല, തട്ടിടുന്നവർ, വസ്ത്രം ധരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അല്ലേ, അവരെ പോലെ അല്ല നിങ്ങൾ. ആളുകൾ പല രൂപത്തിലുണ്ടാവും. എന്നാൽ അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം. നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് സംസാരിക്കരുത്. വശ്യമായ രൂപത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പാടില്ല. ഈ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ഉണ്ടാകും, അവർ നിങ്ങളെ ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് മാന്യമായ രൂപത്തിൽ മാത്രം സംസാരിക്കുക. നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ അഴിഞ്ഞാടരുത്. നിങ്ങൾ വീടുകളിൽ അടങ്ങിയിരിക്കുക. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. സകാത്ത് കൊടുക്കുക. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. നിങ്ങളിൽ നിന്നും മ്ലേച്ഛത നീക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അവിടെ തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട്
അതിനെക്കുറിച്ച് പറയുകയാണ് അത്തബറുജ് എന്ന് പറഞ്ഞാൽ അന്നഹാ തൽഖാ അൽ ഖിമാറു അലാ റഅസിഹാ. ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ പതിവെന്തായിരുന്നു? അവർ ഒരു തലയിൽ ഒരു തട്ടമിടും. തലഖാ അൽ ഖിമാറു അലാ റൂസിഹിം വലാ യശുദ്ദുഹാ, അതിനെ ബന്ധിക്കുകയില്ല. അതിനെന്തെങ്കിലും എടുത്ത് കുത്തുകയോ അതിനെ ബന്ധിക്കുകയോ അതിനെ തുന്നുകയോ ചെയ്യുകയില്ല. എന്നിട്ട് അത് മുഖേന അവരുടെ കഴുത്തുകളിലെ ഖണ്ഡാഭരണങ്ങൾ അവർ കാണിക്കും. അവരുടെ കാതുകൾ അവർ കാണിക്കും, ആ കാതുകൾ കാണിക്കും. ചില സമയത്ത് മൊത്തം കാണിക്കും, ചില സമയത്ത് അവര് അതുകൊണ്ട് ഇങ്ങനെ എടുത്തിടും, അങ്ങ് വീഴും, എടുത്തിടും, വീഴും. ഈ രൂപത്തിന് സൗകര്യത്തിനനുസരിച്ച് വെക്കുന്ന ഒരു ഹിമാറുണ്ടായിരുന്നു. ഈ രൂപത്തിലായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ നടക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തബറുജിന് ജാഹിലിയത്തിലൂല ഒരു ശാല മാത്രം കൈത്തിട്ട് പോകുന്ന പരിപാടി അത് ജാഹിലിയത്താണ്. അതും സുതാര്യമായിട്ടുള്ളത്. നെറ്റ് ഒക്കെ പോലെയുള്ള വസ്തുക്കൾ ഇട്ടിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് പോലെ പോവുക, കല്യാണത്തിനും മറ്റുള്ളവരുടെ മുമ്പിലേക്കും ഒക്കെ. അപ്പൊ ഈ സംസ്കാരം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ പരിപൂർണമായിട്ടും മ്ലേച്ഛതകളിൽ നിന്ന് ശുദ്ധീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൗതിക ജീവിതത്തെക്കാൾ അതിന്റെ വിഭവങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതും ആഖിറത്തിൽ ഒരിക്കലും നമുക്ക് കോട്ടമായി കൂടാ. അത് മക്കളുടെ വിദ്യാഭ്യാസമായിരുന്നാലും മുതിർന്നവരുടെ ജോലിയായിരുന്നാലും അതേപോലെ തന്നെ വിവാഹ വേദികളായിരുന്നാലും മറ്റു പല സന്ദർഭങ്ങളിലും ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ അൽതമസ റിളല്ലാഹി ബി സുഹ്ബത്തിൻ നാസി കഫാഹു മുഅനത്തൻ നാസ്. ആരെങ്കിലും ജനങ്ങളുടെ കോപത്തെ, ജനങ്ങളുടെ വെറുപ്പിനെ അവഗണിച്ചുകൊണ്ട്, ആളുകൾ എന്ത് പറയും? ഇപ്പൊ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ജനങ്ങൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് വിചാരിക്കും, ഓരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഒക്കെ നമ്മൾ ജീവിക്കുന്ന എന്നെ മറ്റോല് വിചാരിക്കുന്നത് നോക്കിയിട്ടാണ്. അവനവന്റെ താക്കത്തോ അവനവന്റെ ആദർശമോ ഒന്നല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് പലരും ജീവിക്കുകയും അവരുടെ മാന്യതകൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോ എന്നിട്ട് അള്ളാഹുവിന്റെ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മൻ ഇൽതമസ, ആരെങ്കിലും പ്രതീക്ഷിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കുകയും. നാട്ടിൽ എന്ത് കോലാഹലങ്ങൾ വേണേ നടന്നോട്ടെ അല്ലേ? ആ ടീച്ചർ ഒരു വോയിസ് ഇട്ടപ്പോഴേക്ക് നാട് മുഴുവൻ കത്തി, ഒരു പെണ്ണ് തട്ടിട്ടപ്പോഴേക്ക് നാട് മുഴുവൻ കത്തി, എന്ത് കോലാഹലം നടന്നോട്ടെ. പക്ഷെ നമ്മളുടെ ദീനില് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജനങ്ങൾ അള്ളാഹിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ തൃപ്തിയുമാണ് എനിക്ക് ആവശ്യം. അള്ളാഹുവിന്റെ കോപം വാങ്ങിയിട്ട് ജനങ്ങളുടെ തൃപ്തി നേടാം എന്നാണ് ആരെങ്കിലും വിചാരിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ജനങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ്. ജനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ആളുകളെ കൊണ്ടുണ്ടാകുന്ന ആക്ഷേപങ്ങളിൽ നിന്നൊക്കെയുള്ള പരിപൂർണമായ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്നാണ്. നേരെ മറിച്ച് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും അള്ളാഹുവിന്റെ കോപം സുഖത്തില്ല, റബ്ബിന്റെ കോപം ആരെങ്കിലും നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആളുകൾക്കിടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കനുസരിച്ച് ഇങ്ങനെ നിന്നു കൊടുക്കുക
എന്നിട്ട് അള്ളാഹുവിന്റെ കോപം വാങ്ങുന്നുണ്ട് എങ്കിൽ കല്ലഹു ഇലന്നാസ്, അള്ളാഹു മുക്കിലഹു ഇലന്നാസ്, ജനങ്ങളിലേക്ക് അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ജനങ്ങളിലേക്ക്, ഒരു കൂട്ടം ആളുകളിലേക്ക് നമ്മളെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർ പിച്ച് ചീന്തും നമ്മുടെ അഭിമാനത്തെയും നമ്മുടെ ആദർശത്തെയും നമ്മുടെയൊക്കെ നമുക്കൊരു അഡ്രസ് ഇല്ലാതായിട്ട് ഈ രൂപത്തിലായിത്തീരും. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സംരക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ സംരക്ഷണം ഏറ്റുവാങ്ങുവാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ആളുകളുടെ താളത്തിനൊത്ത് തുള്ളുവാനല്ല, അള്ളാഹുവിന്റെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കരുത്തും ഈമാനുമാണ് നമ്മൾ കരഗതമാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം, ആദർശബോധം, ഈ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മദ്രസയിൽ 5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് മക്കൾ മദ്രസ വിദ്യാഭ്യാസം, ഈ ഞായറാഴ്ചകളിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിര സംവിധാനമാണ് കണ്ടിന്യൂസ് റിലീജിയൻ എഡ്യൂക്കേഷൻ, CRE എന്ന് പറയുന്ന പ്രോഗ്രാം. അതിന്റെ ഒരു സംഗമം, അതിനെ ഒന്നുകൂടി കാര്യവത്തായിക്കൊണ്ട്, അർത്ഥവത്തായിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ നടപ്പിലാക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തോടുകൂടി അടുത്ത 20-ാം തീയതി ഒക്ടോബർ 20 തിങ്കളാഴ്ച അന്ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ നമ്മുടെ ഈ കൊയിൽക്കാവ് വെച്ച് നടക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ പങ്കെടുപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ പള്ളിയുടെ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതാണ്. ഇനിയും സൂചിപ്പിക്കാനുള്ളത് നമ്മളുടേതാണല്ലോ പള്ളി, നമ്മളോട് തന്നെയാണ്. നമുക്കൊക്കെ എന്തൊക്കെയാണ് നമ്മളൊക്കെ ഓരോരുത്തരും ആകുന്നതിനപ്പുറത്തും ചെയ്ത ആൾക്കാരാണ്. ഇനി നമ്മളൊന്ന് ഇരിക്കേണ്ടത് ഒരു വാട്സപ്പിലൊക്കെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് ഇത് ആർക്കൊക്കെ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. ആർക്കയച്ച ഒരു 13-14 ലക്ഷം റുപ്യ നമുക്കറിയാലോ. ഏതൊരു പണിയും അവസാനത്തിലേക്ക് പോകുമ്പോൾ എത്ര ഇട്ടിട്ടുണ്ടെങ്കിലും കാണൂല. ഏത് പുറപ്പണിയാണെങ്കിലും ഏത് പണിയാണെങ്കിലും അവസാനം എത്ര കിട്ടിയാലും മതിയാവില്ല. ലക്ഷങ്ങൾ ഇങ്ങനെ പൊട്ടും, പണിയൊന്നും കാണില്ല. അപ്പൊ ഈ രൂപത്തിൽ അവസാനം ഫിനിഷിങ്ങിലേക്ക് പോവാണ്. നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് ഇവിടെ പള്ളി ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. ഒരു 13-14 ലക്ഷം റുപ്യക്കൊക്കെ ഒന്ന് തുമ്പുപാലുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട് എങ്കിലും എനിക്കും വേണ്ടിയിട്ടാണ്, എന്റെ പരലോകത്തിനും വേണ്ടിയിട്ടാണ്, ആഖിറത്തിനും വേണ്ടിയിട്ടാണ് എന്നുള്ള, ഖബറിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഒന്ന് ഇരുന്ന് അയച്ചു കൊടുക്കേണ്ട ആളുകൾക്ക് ആ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മൾക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ട് അത് സുരക്ഷിതമായിട്ട് ഇവിടെ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ ഇന്ന പണി ഞാൻ ഏറ്റെടുത്തോളാം, അതിന്റെ പണി അതിനുള്ള 1 ലക്ഷം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒന്ന് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പൂർത്തിയാക്കി വൃത്തിയായിട്ട് റമദാനൊക്കെ പഠിത്തം തന്നെ കൊണ്ട് വരും. അതിനൊന്ന് സ്വാമി പണിക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. പൈപ്പ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് വെള്ളം വരുന്നത് പോലെ പൈസ വരണം, എങ്കിലേ പണിക്കാരൊക്കെ കിട്ടുള്ളൂ. അതിങ്ങനെ നിന്നുപോയിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പൈപ്പിൽ വരൂല. ഒന്നായിട്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ തള്ളേണ്ട ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും. സഹാബത്ത് ചോദിക്കായിരുന്നു, മാതാ യുദ്ധി, ഞങ്ങൾ എന്ത് വേണം? യസ്അലൂനക മാതാ യുദ്ധി, ഇങ്ങോട്ട് വന്ന് ചോദിക്കും, ഞങ്ങൾ എന്ത് ചെലവഴിക്കണം? കുലിൽ അപ്പൊ ഉള്ളത് എന്തെങ്കിലും ചെയ്യുന്നു. ചിലപ്പോൾ നമ്മളൊരു ഫോർവേഡിങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം ആയിരിക്കും വേണ്ടിയെന്ന്, ചിലപ്പോൾ നമ്മളെ കൊണ്ടാകുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.